ശശി തരൂരിനെ കാത്തിരിക്കുന്നത് വൻ തോൽവിയെന്ന് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഷൈൻ ലാൽ. താൻ മത്സരിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയെന്നും ഷൈൻ ലാൽ. നേതൃത്വത്തിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതെന്നും ഷൈൻ ലാൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പദം രാജിവെച്ചാണ് ഷൈൻ ലാൽ തരൂരിനെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. താൻ വിജയിച്ചില്ലെങ്കിലും തരൂരിനെ കാത്തിരിക്കുന്നത് വൻ തോൽവിയെന്നാണ് ഷൈൻ ലാലിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, താൻ മത്സരിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണെന്നും ഷൈൻ ലാൽ പറയുന്നു. കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ കേരള ഘടകത്തിൽ വലിയൊരു മെജോറിറ്റി ശശി തരൂരിന്റെ പരാജയം ആഗ്രഹിക്കുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ വരെ നോമിനേഷൻ പിൻവലിക്കരുത് എന്ന് മറ്റുള്ളവരുടെ ഫോൺ വഴി എന്നോട് ബന്ധപ്പെടുകയും അതിനെന്ത് പിന്തുണ വേണമെങ്കിലും തരാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശേഷം എൻ്റെ നടപടി പോലും എനിക്കെതിരെ എന്നെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി പോലും വരാത്തത് ആ ഒരു പിന്തുണയുടെ ഭാഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏത് സംഘടനയിലാണ് ഒരു ദുർബൽ പ്രവർത്തനം നടത്തിയാൽ നടപടി ഇല്ലാതെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നോമിനേഷൻ കൊടുത്തു, പിൻവലിക്കാൻ 8-ാം തീയതി വരെ സമയമുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ കോംപ്രമൈസ് ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ കരുതിയത് 8-ാം തീയതിക്ക് ശേഷം എന്നെ പുറത്താക്കുമെന്ന് കരുതിയിരുന്നു. പിന്നെ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഒരു വാർത്തയാക്കേണ്ട എന്ന് കരുതി അവർ പുറത്താക്കാതെ. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞത് ഇപ്പോൾ 5 ദിവസം ആവുന്നു. ഇതുവരെ നടപടി എടുക്കാത്ത സ്ഥിതിക്ക് എൻ്റെ പ്രതിഷേധത്തിൽ കഴിവുണ്ട് എന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്രതിഷേധം ആവശ്യമായിരുന്നു എന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിന് പോലും ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് തുടർന്നും കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം തന്നെയാണ്. ഞാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ സജീവമായി മുന്നോട്ട് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ടുള്ള സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. സാമ്പത്തികമായി പോലും എനിക്ക് കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്ന് സാമ്പത്തികം പോലും കിട്ടിയിട്ടുണ്ട്. നേതൃത്വത്തിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതെന്നും ഷൈൻ ലാൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.